കഷ്ടപ്പെടണേ? കുറച്ച് വെള്ളം എടുത്തങ്ങ് വേവിച്ച് വെച്ചാൽ മതി. അത് വേവിക്കല്, ഇത് ചുടല്. ജ്യൂസി ചിക്കൻ. എന്റെ ക്ഷമ നീ പരിശോധിക്കും കേട്ടാ മാനു. മാനോ ഇങ്ങോട്ടാ. എന്ത് ചെയ്യാൻ പോണു? ഞാൻ ചെയ്യാൻ പോണു, അല്ലാണ്ട് വേറെ വയ്യാത്ത ഞാൻ ചെയ്യിപ്പിച്ചെന്ന് പറയാനല്ലേ? അത് പറയും. പണിയെടുക്കുമ്പോൾ അത് ഫാസ്റ്റായിട്ട് ചെയ്യണം, അല്ലാണ്ട് ഇങ്ങനെ അവാർഡ് കാണിച്ചിരിക്കും. ഇല്ല, ഞാൻ എക്സ്പീരിയൻസ് ഇല്ലല്ലോ. ഹലോ മക്കളെ, ഹലോ. നീ പറഞ്ഞതുപോലെ എണ്ണം തികച്ചു ഞാൻ വാങ്ങിച്ചാ? ഓ, ഇടുക്കി. എത്ര നേരമാണെന്ന് അറിയാമോ ഇതും കൊണ്ടിരിക്കുന്നത്? തന്നെ എന്തിനു കൊള്ളാം. ആ അതെ, പ്രാക്ടീസ് ആവുള്ളൂ. ഓ പിന്നെ ഇനി വയസ്സ് എത്രയായി? വയസ്സ് 17. ആ, ഇനി പഠിക്കാൻ പോണതേ ഉള്ളൂ. മക്കളെ, ഓ ഇത്രയും അവലിന് പറ്റിയ തേങ്ങ ഇല്ലല്ലോടാ. മോളെ ഈ മേള് മാത്രം കണ്ടിട്ടല്ലേ പറയണ. കുത്തിളക്കം കൊടു. എന്ത് തേങ്ങയില് എന്നാലും കുറച്ചുകൂടെ വേണമായിരുന്നു. കണ്ട എന്തെങ്കിലും കുറ്റം. ഞാൻ സമ്മതിക്കില്ല. ചേച്ചി ഇത്ര കുറ്റം ഞാൻ പറഞ്ഞില്ലേ? ഇനി അമ്മയുടെ കേട്ടോ. എന്നാ ഇത് പിടിച്ചോ, കത്തി പിടിച്ചോ. ഞാൻ പോണിട്ട് അമ്മായി. പോണാ? ആ, ഇവള് പൊക്കോളാൻ പറഞ്ഞു. അവള് പറയണ അനുസരിക്കണമല്ലോ. അല്ലാതെ അവിടെ പണി ഉണ്ടായിട്ടല്ല. എനിക്ക് ഒരു പണിയില്ല. ഞാൻ കള്ളിയെ മാളു, നീ ഈ വെളുത്തുള്ളി എടുത്ത് നാത്തട്ടെ. ഓക്കെ,
നെക്സ്റ്റ് അതാ മുളക് മുളക് തണ്ട് കളഞ്ഞിട്ടിടും. ആപ്പിളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടല്ലേ കാണാൻ. എൻ്റെ പനി അപ്പൊ ക്യാപ്സിക്കൊക്കെ കഴുത്തിലിടും. ഓ എൻ്റെ കൈ കൂടെ കടിച്ചെടുക്കുന്നു. ഇത് അടുപ്പത്ത് വെച്ച് ചുട്ടിടും. അടിയിൽ വെച്ചോ. ഇതെല്ലാം ചുട്ടെടുക്കണം. ആപ്പിള് ചേച്ചി എന്തിനൊക്കെ കഷ്ടപ്പെടണേ? കുറച്ച് വെള്ളം എടുത്തങ്ങ് വേവിച്ച് വെച്ചാൽ മതി. അത് വേവിക്കല്, ഇത് ചുടല്. മനസ്സിലായോ? രണ്ടും വ്യത്യാസമുണ്ട്. വേവിക്കുന്നതും ചുട്ടെടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ എണ്ണ പോലും ഒഴിച്ചിട്ടില്ലല്ലോ, അതിനാണ് പറയുന്നത് ചുട്ടെടുക്കുക. ഇനി ഇത് തണുത്തതിന് ശേഷം അരച്ചങ്ങടെടുക്കുക. ഞാൻ എന്തായാലും കുറച്ച് മുളക് പൊടി ഇടും കേട്ടോ. അപ്പം എനിക്ക് എരിവില്ലാണ്ട് പറ്റില്ല മോളെ. ഇനി ഇതൊന്ന് തണുക്കട്ടെ. ഓക്കെ, എന്നിട്ട് നമുക്കത് അരയ്ക്കാം. ഓക്കെ. എന്താ ചേർക്കണ്ടേ? കസൂരി മേത്തി. യെസ്, ഞാൻ തട്ടാം. ഉപ്പ് അത്ര ഇടരുത്, അത്ര ഇടരുത്. പേടിയാ, ഉപ്പിടാൻ പേടിയാ. ഇപ്പം പണ്ടൊക്കെ ഉപ്പിടിക്ക് കൈക്കണക്കായിരുന്നു. ഇട്ടാ പക്കയായിരിക്കും, കറക്റ്റായിരിക്കും. അത് പറ്റിയാവും. അയ്യോ മാളു, ആ വിനിഗർ എടുത്തോണ്ട് വന്നേ, ഞാൻ മറന്നുപോയി. എന്നാ അതെടുത്തോ, ഓടിച്ചല്ലേ. മാളുവേ, സോയ മതി, വിനിഗർ വേണ്ട. ഇതെന്തോരം എടുത്തോണ്ടോ നോക്കണേ. ഒഴുക്കി ശരി, കുറച്ചുകൂടെ നോക്കട്ടെ നോക്കട്ടെ. ഇത് ഡാർക്കാട്ടാ, ലൈറ്റ് സോസാണ് വേണ്ടത്. ഒരു നുള്ളൂടെ ഒഴുക്കി. മതി മതി മതി, മാറ്റിക്കോ, മതി. ചിക്കൻ എടുത്തിട്ടെ. ഇത്ര പെട്ടെന്ന് ചൂടായോ? വെള്ളം കഴിഞ്ഞ മക്കളെ, നിങ്ങളെ പണി കഴിഞ്ഞ കഴിഞ്ഞ മായി കൂട്ട് നിൽക്കണോ? വേണ്ട വേണ്ടല്ലോ.
അച്ചാറല്ലേ റെസ്റ്റ് എടുത്തോളൂ. അച്ചാറല്ലേ എന്നൊരു നിഷേധം പോലെ പറയാം. എന്റെ ഫേവറേറ്റ് ആയണ്ടാ. മാങ്ങ അത്രയും തീർത്ത്. അതിലുണ്ട് തൊലി. തൊലിക്ക് സ്വപ്പം കയ്പുണ്ട്. ചെത്തിക്കളഞ്ഞ് ഞാൻ പറഞ്ഞു അതെങ്ങനെ ചെത്തണമെന്ന്. ഇതൊക്കെ നമ്മൾ കുറെ കഴിഞ്ഞിട്ടുള്ളതാണ് മോളെ. ഞാനല്ലേ പറഞ്ഞു തന്നെ. അവൻ എന്തിനാ അങ്ങനെ കിടന്ന് ഓടണമെന്നറിയോ? എനിക്കറിയോ. അവന് ഫുട്ബോൾ പ്ലെയർ ആണ്. ജേഴ്സി കണ്ടാ. അതുകൊണ്ട് അവന് സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയാണ് അവൻ അത് വെച്ചോണം. അപ്പൊ അവൻ ബാക്കിൽ അതിങ്ങനെ ബാക്കിലോട്ട് വലിക്കും. അപ്പം അത് നേരെ ഓപ്പോസിറ്റ് ഓടുമ്പോൾ അതിനനുസരിച്ച് അവന് സ്ട്രെങ്ത് കൂടും. അവന് വീട് അങ്ങനെയാണ്, അതറിയോ? മാളോ ഇപ്പൊ ചിക്കനിൽ നല്ല ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും. പോയാലാ? ഉപ്പ് അത് പോയാ. മാളുവേ നീയേ മറ്റേ ഞാൻ റോസ്മേരി ഇട്ടുതരാം. നേരത്തെ റോസ്മേരി ഇടാൻ മറന്നുപോയി. ഇളക്ക് ഇളക്ക്. അയ്യോ തടവാനല്ല പറഞ്ഞിട്ടങ്ങ് ഇളക്ക് നല്ലോണം. ഓർമ്മയുണ്ടോ നമ്മൾ പണ്ട് സാൽമൺ ഫിഷിൽ റോസ്മേരി ഇട്ടത്? അയ്യോ സാൽമൺ ഫിഷ് പച്ചക്ക് എന്നെ കൊണ്ട് കഴിപ്പിച്ച്. നിന്നെ കൊണ്ട് മാത്രമല്ല ഞാനും കഴിച്ചില്ലേ? അതെ. എല്ലായിടത്തും ഒരെണ്ണം കിട്ടും. അടുത്തിട് വേഗം. ഒരെണ്ണത്തിന്റെ പൊക്കത്ത് കൊണ്ടിടരുത്.
ഈ സൈഡിൽ ഇട്ടിട്ടില്ല. അപ്പൊ എന്റെ പൊക്കത്ത് ഒന്നും കൂടെ ഇടാം. അപ്പൊ തന്നോളൂ. തർക്കുത്തരം നിർത്താതെ. ഞാൻ കോമഡി പറഞ്ഞതാണ് മേ. എനിക്ക് കോമഡി ആയിട്ട് തോന്നിയില്ല, തർക്കുത്തരായിട്ട്. ഇവിടെ അവിടെ ചൊട്ട് തന്നല്ലോ ചോട്ടം. ദൈവം, ഈ തീ തന്നെ നിന്ന് കഴിഞ്ഞാൽ നല്ല ഫ്രൈ ആയിട്ട് കിട്ടും. നല്ല ഭംഗി. അപ്പൊ ചോട്ടൊന്നും ഇടട്ടെ? ഇല്ല എടുത്ത് കഴിഞ്ഞിട്ട് ഇട്ടാ മതി. ഓക്കെ. ഇനി ഇട്ടോ. ഏതൊക്കെ ഭാഗത്ത് ഇട്ടു എന്നുള്ളത് ഓർത്ത് വെച്ചോണേ. ഇനി ഇപ്പുറത്ത് മാംസം വരണം, അപ്പുറത്ത് കാല് വേണം. ആ, അപ്പൊ സ്പേസ് കൂടുതൽ കിട്ടും. മുട്ടിച്ചിടല്ലേ, പൊട്ടിപ്പിടിക്കും. ഇങ്ങനെയാ കൈയൊക്കെ കൊണ്ടങ്ങ് നടക്കും. കൈയൊന്നും വെക്കല്ലേ. നീ പോയി ടേബിളൊക്കെ സെറ്റ് ചെയ്തോ, ഞാൻ വറുത്ത് സെറ്റായിട്ട് കൊണ്ടുവരാം. ഓക്കെ, റെസ്റ്റ് എടുത്തോ കുറച്ച് നേരം. ഓക്കെ. 2 ട്രിപ്പ് വറക്കാനുണ്ട് ഇനി. ഓക്കെ. എങ്ങനെയുണ്ട് അമ്മായി എൻ്റെ ആപ്പിൾ ചിക്കൻ? സൂപ്പർ. കഴിക്കേ, എന്നിട്ട് പറ. കാണാൻ സൂപ്പറാ. ആപ്പിൾ അരച്ച് ചേർത്തായാലും അമ്മായി കണ്ടില്ലല്ലേ ഉണ്ടാക്കിയത്? നല്ല വെള്ളം നല്ല പിടിച്ചു അല്ലേ. നമ്മളിന്ന് ചിക്കൻ ഉണ്ടാക്കിയപ്പോൾ അമ്മായി വന്നിട്ടേ ഇല്ല. ജ്യൂസി ചിക്കൻ. ദൈവം എന്തായാലും ഇങ്ങനെ നമ്മൾ ഓരോന്നിനും ഓരോ രുചി കൊടുത്തേക്കണേ അല്ലേ? പിന്നെ എല്ലാത്തിനും ഒരേ രുചിയായ മടുത്തു പോകില്ലേ? അത് ശരിയാ. മല്ലിച്ചിരിക്ക് ഒരു രുചി, പുതിനയിലേക്ക് വേറെ രുചി, സവാളയ്ക്ക് വേറെ രുചി, എന്തൊക്കെ രുചികളാ അല്ലേ? എല്ലാത്തിനും ഒരേ രുചിയാ ചേച്ചി പറഞ്ഞു. ദൈവം എന്തോന്നും എല്ലാത്തിനും ഒരേ രുചി കൊടുത്തേ ചേച്ചി. അത് ശരി.